എന്താണ് ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി കെമിക്കലി ആൻഡ് തേർമലി നോൺ ഇറിറ്റേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയുക സെൽസിന് ഒരു സ്ട്രെസ്സ് കൊടുക്കാത്ത ഡയറ്റ് ആയിരിക്കണം. എങ്ങനെ മെക്കാനിക്കലി എന്ന് പറയുമ്പം ഫൈബർ, അതുപോലെ തന്നെ ഇൻഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവില്ല, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതിനൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫൈബർ എന്ന് പറഞ്ഞു നമ്മളെന്താണ്, ഫൈബർ ഇത് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇത് വന്നിട്ട് പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റില്ല, ഫൈബറിന് പറ്റില്ല. അത് ട്രീറ്റ് ചെയ്യല്ല ചെയ്യുക, അത് നശിപ്പിക്കുള്ളൂ. അപ്പോൾ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രിവെൻഷനായിട്ടാണ് നമുക്ക് ഫൈബറിന് എടുക്കാൻ പറ്റുള്ളൂ, ക്യൂറായിട്ട് നമുക്ക് ഫൈബറിനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഫൈബറിൻ്റെ അതുപോലെ തന്നെ എന്താണ് ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനൊക്കെ അവോയ്ഡ് ചെയ്യുക. അതാണ് മെക്കാനിക്കലി നോൺ ഇറിറ്റൻ്റ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കലി നോൺ ഇറിറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എരിവ്, പുളി, അതൊക്കെ അല്ലേ ഭയങ്കര ഇറിറ്റൻ്റാണ്. പുളി എന്ന് പറയുന്നത്, പിന്നെ കഫീൻ, നിക്കോട്ടിൻ, അതിനൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതാണ് കെമിക്കലി നോൺ ഇറിറ്റൻ്റ് എന്ന് പറയുന്നത്. ദെൻ തേർമലി നോൺ ഇറിറ്റൻ്റ് എന്ന് പറയുന്നതാണ് ഹൈ, വല്ലാണ്ട തണുപ്പ് അല്ലെങ്കിൽ വല്ലാണ്ട ചൂട്, അതിൽ പറ്റില്ല, ഒരു നോർമൽ ടെമ്പറേച്ചറിൽ കൊടുക്കുക. അതാണ് പറഞ്ഞത്. ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എരിവില്ല ഉപ്പില്ലാത്ത ഒരു കൈൻഡ് ഓഫ്. ഇപ്പോൾ മത്തങ്ങ, നമ്മൾ അൾസറിൻ്റെ ഡയറ്റ് പറയുമ്പോൾ എന്താ വെച്ചാൽ മത്തങ്ങ പുഴുങ്ങി ഉടച്ചത്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ചോറ് നല്ലപോലെ ഉടച്ചത്, പിന്നെ പാലൊന്നും പാല് കുഴപ്പമില്ല, കേടൊക്കെ ഇല്ലേ അതൊക്കെയാണ് കൊടുക്കുക. പിന്നെ സൗണ്ട് ടോട്ടൽ പാല് കൊടുക്കുക കേട്ടോ. പാലെന്ന് വെച്ചാൽ പാടൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ്, അങ്ങനെയാണ് കൊടുക്കുക. സ്കിംഡ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഫാറ്റ് കണ്ടന്റ് അധികം കൊടുക്കില്ല, സ്കിംഡ് മിൽക്കൊക്കെയാണ് കൊടുക്കുന്നത്. സോറി, ഇതിപ്പോൾ എങ്ങോട്ട് പോണേ? ഓക്കെ, എന്തായിരുന്നു? അതാണ് തേർമലി ഇൻ കെമിക്കൽ മെക്കാനിക്കൽ നോൺ ഇറിറ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി സൗണ്ട് ടോട്ടൽ ന്യൂട്രീഷൻ, അതായത് ഓപ്റ്റിമൽ ന്യൂട്രീഷൻ കൊടുക്കുക. അതായത് ഇവർക്ക് ഒരുപാട് റിക്കവറി ആവശ്യമുണ്ട് അല്ലേ, സെല്ലിൻ്റെ ഇനി റീജനറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ, ഒരു ടോട്ടൽ ന്യൂട്രീഷൻ പാക്കേജാണ് ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. എന്തിനാണ് ഹൈ പ്രോട്ടീൻ വരുന്നത്? സെൽ ഫോർമേഷൻ അല്ലേ, നശിച്ചു പോയ സെൽസ് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ വേണമല്ലോ, പ്രോട്ടീനാണ് അതിന് ഉപയോഗിക്കുന്നത്. സെൽ ഫോർമേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത് ആർക്കാണ്? പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. അപ്പോൾ മിൽക്ക്, എഗ് വൈറ്റ്, അതൊക്കെയാണ് കൊടുക്കുക. എഗ് വൈറ്റൊക്കെ എഗ് നോഗ് എന്നൊക്കെ പറയും, മിൽക്കിൽ എഗ് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എഗ് നോഗ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രോട്ടീൻ ഇത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മിൽക്കിന് ബഫറിങ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു, ബഫറിങ് ആക്ഷൻ ഇല്ലാണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ബഫറിങ് എഫക്റ്റുള്ള മിൽക്ക് കൊടുക്കുന്നു. പിന്നെ എന്താണ്, ഫാറ്റ് വന്നിട്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് പറയുക. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്തിനാണ് ഈ പറയുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു UROൻ്റെ, അതായത് യൂറോ ഗ്യാസ്ട്രോണിൻ്റെ പ്രൊഡക്ഷനും സെക്രീഷനൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്താണ്, ഫ്രൈഡ് ഫുഡ്സിനൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫ്രൈഡ് ഫുഡ്സ് ഇറിറ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ അവോയ്ഡ് ചെയ്യുന്നു. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹീലിങ്ങിനും വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി പറയുന്നത്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഗ്യാസ് ഫോമിങ് ഫുഡുകളെ, ഫ്ലാറ്റുലൻസ് ഉണ്ടാക്കുന്ന ഫുഡുകളെ അവോയ്ഡ് ചെയ്ത് കളയുക. അതായത് പൊട്ടറ്റോ, പിന്നെ മറ്റേ എന്തെങ്കിലും പൾസസ് ഒക്കെ ആണ് ഗ്യാസ് ഫോമിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫൈബറിന് പ്രിവെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ക്യൂർ ആയിട്ട് പറ്റില്ല. അത്രയാണ് അൾസറിൻ്റെ കാര്യം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. പിന്നെ ഡയറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം.